ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സും കൂടി നമ്മളെ ചങ്ക് ദിനൂപിൻ്റെ വീട്ടിലേക്ക് ഓണസദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഹാപ്പി ഓണം. അബ്ദും കൂടി വന്നിട്ടുണ്ട്. അബ്ദു ഹായ് പറഞ്ഞോ. അപ്പൊ നമ്മെല്ലാരും ദിനൂപിന്റെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, ചോറങ്ങടെ അടിച്ച് തിന്നാൻ പോകുന്നത്. നമുക്ക് ഈ കൊല്ലത്തിലൊക്കെ കിട്ടുന്ന ഈ ഒരു സദ്യയാണ്. അപ്പൊ നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളുടെ ഓണാശംസകൾ ഒന്നും കൂടി അറിയിക്കുന്നു ഗായ്സ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിച്ച് പൊളിച്ച് പാട്ടെല്ലാം വെച്ച് നല്ല സ്ഥലം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. അതാണ് നമ്മളെ അരയിപ്പാലം. നമ്മളെ മൂന്നാറിലേക്ക് കിടക്കുമ്പോൾ നേര്യമംഗലം പാലം പോലുള്ള പാലാണിത്. അത്രയും നല്ല പാലാണ്. വാട്ട് എ ബ്യൂട്ടി, അടിപൊളി. എന്താ വ്യൂ പോലെ നോക്കിയ. അപ്പൊ നമ്മിപ്പോ കാഞ്ഞങ്ങാട് നേരെ വിടാം. എന്റെ വീട്ടിലേക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, മറ്റേ ഇലയില ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മ ഇതിന് ബാക്കി അവിടെ എത്തിയിട്ടുള്ള വീഡിയോ എനിക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ റിച്ചു ബോയ് പാട്ട ഡ്രൈവിങ്ങിലാണ്. നമ്മളെ ഗുരുവനം തന്നെ സ്ഥലമാണ്. നമ്മളെ ആദ്യം വണ്ടിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഗുരുവനം. അതറിയാത്തവർ ഇത് കേട്ടോട്ടാ. COVID-19 ട്രീറ്റ്മെന്റ് സെന്റർ ഗുരുവനം. അല്ലാ വണ്ടി പോയി. റീച്ചുബായിയുടെ മാസ് മരിക്ക ഡ്രൈവിംഗിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മളെ വണ്ടിയുടെ ടയറൊക്കെ പോകും. ഇപ്പൊ കൂലം റോഡ് എന്ന സ്ഥലത്തേക്ക് എത്തി. അവിടുന്ന് റൈറ്റോട്ട് പോയാൽ നമ്മൾ ദിനൂപിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നേരെ ഇവിടുന്ന് ഇടത്തോട്ട് പോവാം. നേരെ പോകുന്നത് നമ്മള് ദിനൂപിന്റെ വീട്ടിലേക്ക്. ഇരിക്കുന്ന റോഡാണ്, കാഞ്ഞിരപ്പുഴ റോഡാണ്. നേരെ പോയാൽ ഇപ്പൊ ദിനൂപിന്റെ വീടെത്താനായി. അപ്പൊ ഇനി വീട്ടിലേക്ക് എത്തി കാണിച്ചു. ഇപ്പൊ നേരെ പോകണം. അപ്പൊ നമ്മളെ ദിനൂപിന്റെ വീട്ടിലേക്ക്, അയ്യോ, ദിനൂപിന്റെ വീട്ടിലേക്ക് എത്തി ഗൈസ്. നമ്മളെ ചങ്കിന്റെ വീട്. ഹാപ്പി ഓണം. പിന്നെ സുഖല്ലേ? അമ്മ സുഖല്ലേ? പിന്നെ കൊറേ ആയല്ലോ കണ്ടിട്ട്. സമയം കിട്ടുന്നുണ്ട്, രാത്രി 12 മണിയല്ലാന്ന് പോകുമ്പോ. അപ്പൊ കാറെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് റിച്ചു ബായ്. അപ്പൊ ഏതായാലും കൈയിട്ടെല്ലാം പോവാ. ഭയങ്കര വിത്ത്. എന്റെ ഹോട്ടലാണ് ചേച്ചി. ഞാൻ ഇതുവരെ ഏതായാലും ഹോട്ടലൊന്നും ജോലി വെച്ചിട്ടുണ്ട്. നമ്മളെ അടിപൊളി ചോറ്, അച്ചാർ മീനുണ്ടെങ്കിൽ വളം കേട്ടിട്ട് നിറ ചോറ്.
ചെക്കന ഓണത്തിന് പായസം കുടിക്കുന്നത്. സൽമ ഹായ് തന്നെ. ഹായ് ഹായ് നോക്കിയ. അപ്പൊ അടുത്ത ലാസ്റ്റ് പരിപാടി പായസം. നല്ല അടിപൊളി കൊമ്പുതാ. പശുവിന്റെ ഒറിജിനൽ തലയാണ് കാളഭൈരവൻ. കാളഭൈരവൻ അബ്ദുള്ള ഭൈരവൻ. റൂം. അപ്പൊ നമ്മ സജീവേട്ടന്റെ വീട്ടിലേക്കും കൂടി ഓണത്തിന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമ്മളിത് പോകുന്ന വഴിക്കിതാ നമ്മളിവിടെ നിർത്തി ഒരു വളവാണിത്. ഈ വളവെന്ന് നേരെ വന്നതാ. ഒരു മിനിറ്റ് ഇതാ ഒരു ബലേന വേണ്ടതാ. എടാ മറ്റേ എയർ ബാഗെല്ലാം പൊട്ടീനല്ലേ? അടിച്ചു കയറിയില്ലേ? നേരെ കൊക്കയിലേക്ക് തന്നെ അങ്ങനെ മറിഞ്ഞു വീട്ടിന്റെ മുമ്പിൽ. പക്ഷെ എന്തെന്നല്ലേ കാറ് കളത്തിൽ കാട്ടുന്ന വീട്ടുകാർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും അവർക്ക് സമാധാനമായിട്ട് നടന്നിട്ടുണ്ട്. അതായത് ഇവിടെ കുത്തനെയുള്ള കയറ്റം അല്ലേ? ഈ കുത്തനെയുള്ള കയറ്റത്തു നിന്നാണ് വണ്ടി അങ്ങനെ നേരെ കൊക്കയിലേക്ക് പോയത്. അപ്പൊ ഇങ്ങനെയുള്ള വളം തിരുന്നതിന് ഒരു മലയോര പ്രദേശമാണിത്. അപ്പോൾ നമ്മളെ കാറ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ വന്നിട്ട് ഇങ്ങനെ നേരെ പോയിട്ട് ആ കുണ്ടിലേക്ക് പോകണം അല്ലേ? ഇതിലേ പോയല്ലേ? ഇതിലേ പോയിട്ട് അങ്ങനെ നേരെ പോയി കൺട്രോൾ പോയി. പെട്ടെന്ന് അടിച്ച് വന്നിട്ട് പെട്ടെന്ന് കൺട്രോൾ പോയിട്ട് നേരെ പോയി തോന്നുന്നു. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്ന സംഭവം കൂടി നമ്മളിപ്പോൾ കണ്ടു. ഇനി നേരെ സജീവേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടുത്തതായിട്ട് പോകുന്നത് നേരെ സജീവേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പം നേരെ വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മളെല്ലാവരും കാറിൽ സെറ്റായി. അഞ്ചെട്ടാളുണ്ട്. പൈലറ്റ് ഇപ്പൊ ഞാനാണ്. നമ്മൾ പോകുന്നത് ഇപ്പൊ സജീവേട്ടന്റെ വീട്ടിലേക്കാണ്. ഓണം നമ്മൾ ആഘോഷിക്കുന്നതന്നെ. കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഓണം നമ്മൾ വെറുതെ കളിയുന്നത് ആഘോഷിച്ച് തീർക്കാൻ തന്നെ.
എന്ത് സജീവട്ടെ ഓഫീസറെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വന്നു. ഏയ് ചോറൊന്നും വന്നാട്ടാ. അവര് എന്ത് പറഞ്ഞ വിളിച്ചിട്ട് വരുന്നുണ്ടോ? വരികയാണോ? ഇത് നോക്കുമ്പോ ദിനുവിന്റെ പഴയ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. സജീവേട്ടന്റെ വൈഫാണ്. നമ്മളവിടെ ഡ്രൈവർ സജീവേട്ടന്റെ മുമ്പിൽ നല്ല റിസോർട്ട്. ആ നമ്മളെ സജീവേട്ടന്റെ മോനാണ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞു. ഹായ് പറ. ഇങ്ങനെ പറയും. ഹായ് നോക്ക്. പേര് പറഞ്ഞേ. പേര് പറ. ആദികേഷ്. ഹായ് നോക്ക്. ഹായ് നോക്കോ. അപ്പൊ നമ്മളിത് സജീവേട്ടന്റെ വീട്ടിലേക്ക് എത്തി. സജീവേട്ടന്റെ വീടാണ് ഈ കാണുന്നത്. നമ്മളെ നിറമറയുടെ ആര്യങ്ങോ സെയിൽസ് മാനേജർ, നിറമറയുടെ സെയിൽസ് മാനേജർ സജീവേട്ടനെ. ഒരായി വന്നെ. ഹാപ്പി ഓണം. അപ്പൊ ഇതാ നമ്മളെ സജീവേട്ടന്റെ മെയിൻ സാധനമാണല്ലേ പുലികൾ. എല്ലാം തിന്നിട്ട് ക്ഷീണായിട്ട് എടുക്കുന്ന തോന്നല്ലേ. ഇതെന്തില്ലടാ യാ മോനെ. ഇതാ മുയല്. നിന്റെ പേരെന്താ? മിട്ടുമൊയലാ? മൊയലല്ലേ പേര് മിട്ടുവന്നായിരിക്കും. ഇതാള് വേറെ ഉണ്ടാ. ഇവിടെ വേറെ സാധനം കേട്ടാ. ഇവിടെ നല്ല തുറന്നു വിട്ട പായുടെ തിരുപേ. ചോറ് വെച്ച വേസ്റ്റില്ലേ അത് കൊടുത്തു. അതെയാ എന്താ തിന്നു ഫുള്ള് പ്രോട്ടീൻ. നല്ല മുയലുകൾ, കോഴികൾ അരച്ചിട്ട് പാഞ്ഞിട്ട്. ദിനുവിന്റെ വീട്ടിൽ പിന്നെ പൂക്കളം ഇട്ടിട്ടുണ്ടായില്ല. ചെക്കൻ്റെ വീട്ടിൽ പൂക്കളം ഇട്ടിട്ടുണ്ട്. സജീവേട്ടൻ്റെ വീട്ടിലത്തെ പാസം. സജീവേട്ടൻ തന്നെയാണ് വെച്ചായിരുന്നു. സജീവ് അവിടെ പോയില്ലേ? സജീവേട്ടാ ഞാൻ അമ്പലത്തിൽ പോയി. നമ്മളോട് ശരിവെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. ഞാൻ അങ്ങോട്ട് പോയി. ഷെരീഫിനെ വിളിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഏതായാലും അവരെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സമയം കുറച്ച് കുറവാണ്. നമ്മളെ ദിനുവിന്റെ പായസവും ഇതും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. ഇതാ ദിനു കുറിച്ച് നോക്കാം. കഴിഞ്ഞ എടാ എല്ലാവർക്കും കിട്ടിയോ? സൽമാനുണ്ട്. അപ്പൊ അനക്ക് കിട്ടിട്ടോ സജീവ് കേട്ടോ. അനക്ക് കിട്ടിട്ടോ. അപ്പൊ ദിനു പിള്ള അടിക്കുന്നുണ്ട്. അതിനുണ്ട് ദിനുമേ അടിപൊളിയാ. ഞാൻ മോനെ സബ്ബലുണ്ടോ? നമ്മളെ സജീവേട്ടന്റെ മോളാണ്. പേര് പറ മോളെ. ഹായ് പറഞ്ഞേ. ഇത് നമ്മൾ നേരത്തെ കണ്ട ചെക്കനാണ്. നല്ല മുണ്ടലോട്ട് നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ. അപ്പൊ നമ്മൾ സജീവേട്ടന്റെ വീട്ടിൽ നിന്നും ബായ് പറഞ്ഞു നമ്മൾ പോവുകയാണ്. സജീവേട്ടാ